ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം വിശകലന സേവനവും ഹൗഥേലക തകയെ അവ ആഴുന്ന തകയെ പണമയാ. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. നിങ്ങൾക്ക് ഓരോ കമ്പനി സൂചകവും സൂക്ഷ്മമായി പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. അവളുടെ നാൾ 6 യവധബൽ മൻ നാൾ ആണോ. ഈ അവലോകനം ജൂൺ 17, 2025 വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരുതമവയ കമ്പനി തപമനമ ഫല ഉപവിഭാഗത്തിൽ പെടുന്നു. ധതവനമബ് വിശകലനത്തിൽ 16 കമ്പനികൾ ഉൾപ്പെടുന്നു. ഇത് തികച്ചും പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനത്തോടെ നമുക്ക് അന്തിമ തീരുമാനങ്ങൾ കാണാം. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: 10.6.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 6.5 എന്ന സ്കോറിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. ഭയന്ന ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും. ധേന 72.5% മാറ്റം കാണിച്ചു. 37.7% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ധേന മൂല്യം $9.36 ബില്യൺ. $347 ബില്യൺ ഉപവിഭാഗം മൂലധനം. കമ്പനിയുടെ പുസ്തക മൂല്യം $3.17 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം $13 ബില്യൺ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം നബ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 2.697%. പുസ്തകത്തിന്റെ മൂലധനം 24.64%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $2.15 ബില്യൺ ആണ്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 68%. കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് പാസാബിൾ 0 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും 23.5 ആണ്. 0 എന്ന ഉപവിഭാഗത്തിന് ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ വിലവരുമാന അനുപാതം വളരെ നല്ലതാണ്, 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $398 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം $512 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.4 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 3.3 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $6,650 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് ഫോർവേഡ് വരുമാനം 8,130 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 6%. ഉപവിഭാഗത്തിൽ ശരാശരി -10.4%. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 7.683%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 185% കൂടുതലാണ്.
ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $447,000 ഉപവിഭാഗത്തിൽ $1,274,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $19,000. ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം -$39,900. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് $318,000. ഉപവിഭാഗം $384,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 4% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 2.9%. സാങ്കേതിക സൂചകം ലധവ 14 കമ്പനിക്ക് 62% ലെവൽ കാണിക്കുന്നു. തപവണമ ഉപവിഭാഗത്തിന് നധവ ലെവൽ 14 ഏകദേശം 53%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $51.03 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $56.99 ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുലമണമയോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഓഹരി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി അപളണമ ഭളധയന വിവര സംവിധാനം ഗുരുഡണമബേവ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. $51.04 ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക ലാഭം 64.97 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 37.11 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ജൂലൈ 17 ട്രേഡിംഗിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു. അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം. ടിക്കർ പവ വിൽപ്പനയ്ക്കുള്ള ബാലൻസ് ഷീറ്റ് ഇടപാടായി മാറും. ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ്. രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. അവസാനം വരെ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വലിയ നന്ദി. ഗുരുഡണമബേവ.